ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി എന്താണ് നിങ്ങളെക്കുറിച്ച് ഈ ഒരു സമയത്ത് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, ഈ ഒരു കാര്യമാണ് വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തുടർന്ന് കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജനറൽലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണാനായിട്ട് തുടങ്ങുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്ക് ഇത് റെസിനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതിൽ വരുന്ന ക്ലൂസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക. ഇനി ഇത് നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ വിട്ടേക്കുക. ഫോഴ്സ്ഫുള്ളി ആരും റെസിനേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കരുത്. അപ്പോൾ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക, നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുക. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി എന്താണ് ഈ ഒരു സമയത്ത് നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി എന്താണ് ഈ ഒരു സമയത്ത് നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി എന്താണ് ഈ ഒരു സമയത്ത് നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? ഒരു ടോപ്പിക്കാണ് നമ്മളിന്ന് ഇവിടെ നോക്കുന്നത്. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി എന്താണ് ഈ ഒരു സമയത്ത് നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി എന്താണ് ഈ ഒരു സമയത്ത് നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ഈ ഒരു സമയത്ത് എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് അവർ എന്തൊക്കെ കാര്യങ്ങളാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കുന്നത്. അപ്പോൾ നമുക്ക് മാസ്റ്റർ കാർഡായിട്ട് കിട്ടിയിരിക്കുന്നത് 4 of Wands ആണ്. നമുക്കിവിടെ മാസ്റ്റർ കാർഡായിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ്. അപ്പോൾ നമ്മളിവിടെ നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സണും നിങ്ങളുമായിട്ട് ഒരു സെപ്പറേഷൻ ആണെന്ന് തന്നെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ നിങ്ങളും ഈ പേഴ്സണുമായിട്ടുള്ള റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഒരു വളരെയധികം സ്മൂത്ത് ഗോയിങ് ആയിട്ടുള്ള ഒന്ന് തന്നെ ആയിരുന്നു. പക്ഷെ ഗ്രാജുവലി ഈ റിലേഷൻഷിപ്പ് ആ വ്യക്തിയുടെ കമ്മിറ്റ്മെന്റ് കുറഞ്ഞു വരികയും അങ്ങനെ അതൊരു നിങ്ങളെ വളരെയധികം ഡിസ്റ്റർബ് ചെയ്തു ആ ഒരു സമയത്ത്. അപ്പോൾ അങ്ങനെ ആ ഒരു കമ്മിറ്റ്മെന്റ് കുറഞ്ഞു വരുന്നതായിട്ടും നിങ്ങളെ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു മൊമെന്റിൽ വളരെ പെട്ടെന്ന് തന്നെ ഈ വ്യക്തി നിങ്ങളെ വിട്ടിട്ട് പോയതായിട്ടുമാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. അപ്പോൾ നിങ്ങളെ ഒറ്റപ്പെടുത്തി, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്രയും ഈ ഒരു പേഴ്സണെ ആവശ്യമായിരുന്ന ഒരു സമയത്ത് ഈ വ്യക്തി നിങ്ങളെ അവഗണിച്ച് പോയതായിട്ട് നമുക്കിവിടെ കാണുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു സമയത്തെ ഒന്ന് കടന്നു പോകാൻ അല്ലെങ്കിൽ ഒന്ന് അഭിമുഖീകരിക്കാൻ നിങ്ങൾക്ക് വളരെയധികം പ്രയാസമായിരുന്നു. ഡേ ആൻഡ് നൈറ്റ് നിങ്ങൾ ഈ വ്യക്തിയെ കുറിച്ചുള്ള ചിന്തകൾ തന്നെയായിരിക്കും ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ വ്യക്തി ഇല്ലാതെ മുന്നോട്ട് പോകാനായിട്ട് കഴിയില്ല എന്നൊരു ഫീലിങ്സ് നിങ്ങൾക്ക് ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ഒത്തിരി സ്ട്രഗിൾസിലൂടെ നിങ്ങളെ കടന്നു പോയിക്കൊണ്ടിരുന്ന ഒരു സാഹചര്യം നിങ്ങൾക്കുണ്ടായിരുന്നു പാസ്റ്റിൽ. പക്ഷെ നിങ്ങൾ അതിനെല്ലാം അതിജീവിച്ചു എന്നാണ് ഇവിടെ നമുക്ക് കിട്ടുന്ന ഒരു എനർജി വരുന്നത്. നിങ്ങളും ഈ ഒരു പേഴ്സൺ തമ്മിൽ പാസ്റ്റ് ലൈഫ് കണക്ഷൻസ് ഉള്ള വ്യക്തികളായിട്ടാണ് കാണുന്നത്. അത്തരത്തില് നിങ്ങൾക്ക് തന്നെ പലപ്പോഴും ഈ പാസ്റ്റ് ലൈഫ് കണക്ഷൻസ് ഒക്കെ ഫീൽ ചെയ്തിട്ടും ഉണ്ടാകാം. കാരണം നിങ്ങൾ ഈ വ്യക്തി എത്ര മറക്കാൻ ശ്രമിച്ചാലും നിങ്ങൾക്ക് കഴിയാത്ത തരത്തിലുള്ള ഒരു റിലേഷൻഷിപ്പാണിത്. ഈ വ്യക്തി എന്തൊക്കെ നിങ്ങളോട് പ്രവർത്തിച്ചാലും, നിങ്ങളെ എന്തുമാത്രം വേദനിപ്പിച്ചാലും നിങ്ങൾക്ക് ഈ വ്യക്തിയോട് ശരിക്കും പറഞ്ഞാൽ ക്ഷമിച്ചു കൊടുക്കാനായിട്ട്, ഫൊർഗീവ് ചെയ്തു കൊടുക്കാനായിട്ട് കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പൊ ഈ വ്യക്തിയുമായിട്ടുള്ള പാസ്റ്റ് ലൈഫ് കണക്ഷൻ തന്നെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ആഗ്രഹിച്ചതുപോലെയുള്ള ഒരു വ്യക്തി തന്നെയായിരുന്നു അവര് നിങ്ങളുടെ ലൈഫിൽ എന്തുകൊണ്ട് ചേർന്ന് പോകുന്ന രീതിയിലുള്ള ഒരു പേഴ്സൺ തന്നെയായിരുന്നു ഈ വ്യക്തി. പക്ഷെ സാഹചര്യങ്ങൾ കൊണ്ട് ഈ വ്യക്തിക്ക് നിങ്ങളെ വിട്ടിട്ട് പോകേണ്ടതായിട്ട് വന്നു എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അമിതമായിട്ടുള്ള ഒരു വളരെയധികം ഒരു സ്ട്രെസ്, അല്ലെങ്കിൽ ഒരു വിഷമം, ഒരു ബുദ്ധിമുട്ട്, ഉത്കണ്ഠ ഒക്കെയാണ് ഈ വ്യക്തി ഇപ്പോൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. കാരണം അവരുടെ ജീവിത സാഹചര്യങ്ങൾ അവർക്ക് അത്രയും ഒരു റിവേഴ്സ് ആയിട്ടാണ് ഇപ്പോൾ കാണുന്നത്. ഓപ്പോസായിട്ട് നിൽക്കുകയാണ് ആ ഒരു ജീവിത സാഹചര്യങ്ങൾ. അവരുടെ ലൈഫിനെ തന്നെ ഇവിടെ മറ്റൊരാൾ കൺട്രോൾ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. അവര് സ്വയം ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്, എങ്കിലും അവർക്ക് അതിന് കഴിയുന്നില്ല. പക്ഷെ നിങ്ങൾ ഈ വ്യക്തിയെ ഒരുപാട് തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. കാരണം അത്രയധികം നിങ്ങളെ സങ്കടപ്പെടുത്തിയ ഒരു വ്യക്തി ഇനി നിങ്ങളുടെ ലൈഫിൽ വേണ്ട എന്ന് പോലും നിങ്ങൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടാവും. പക്ഷെ ഈ വ്യക്തിയുടെ ഒരു സിറ്റുവേഷൻ അത്ര
അത്രയും മോശമാണ് എന്നാണ് ഇവിടെ നമുക്ക് കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ പലപ്പോഴും ഈ വ്യക്തിയിൽ നിന്ന് ലെറ്റ് ഗോ ചെയ്യണം, അല്ലെങ്കിൽ ലൈഫിൽ നിന്ന് ഇവരെ ഉപേക്ഷിക്കണം എന്ന് പോലും നിങ്ങൾ ചിന്തിച്ചു പോയിട്ടുള്ളത്. ഈ വ്യക്തിയുടെ ലൈഫിൽ അവരുടെ സാഹചര്യങ്ങൾക്കൊത്ത് ഒരുപാട് കണ്ടീഷൻസ് ഈ വ്യക്തി ചെയ്യുകയാണ്. അതായത് അവരുടെ ഏതൊരു സാഹചര്യത്തോടും പൊരുത്തപ്പെട്ടു പോകാനായിട്ട് അവർ ശ്രമിക്കുന്നുണ്ട്. ചിലപ്പോൾ അവർക്ക് ഒഴിവാക്കാൻ പറ്റാത്ത അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില വ്യക്തികൾ അവരുടെ ലൈഫിൽ ഉണ്ടാകാം, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ അവരുടെ ലൈഫിൽ ഉണ്ടാകാം. അപ്പോൾ അതിനൊക്കെ അനുസരിച്ച് ഈ വ്യക്തി ഒരു ടൈപ്പ് ചെയ്ത് ഇങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് മാറിപ്പോയതായിരിക്കാം. അതുകൊണ്ട് തന്നെ അവരുടെ റിയൽ ലൈഫ് ശരിക്കും എന്താണ്, അവരുടെ റിയാലിറ്റി എന്താണെന്നൊന്നും നിങ്ങളോട് ഈ വ്യക്തി പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ അത് കാണിച്ചിട്ടില്ല. അവര് എക്സ്പ്രസ് ചെയ്യാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല എന്നൊക്കെയാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് വരുന്നത്. മേ ബി ആ വ്യക്തിയുടെ ലൈഫിൽ ഒത്തിരി ഫൈനാൻഷ്യൽ ഇഷ്യൂസ് ഉണ്ടാകാം. അതിനു വേണ്ടിയിട്ട് അവർക്ക് ചിലപ്പോൾ ചില സിറ്റുവേഷനിലൂടെ സഞ്ചരിക്കേണ്ടി വന്നിട്ടുണ്ടാകാം. അതുകൊണ്ട് അവർ മനഃപൂർവ്വമായിട്ട് നിങ്ങളിൽ നിന്ന് ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് പോയിട്ടുണ്ടാവാം. ഇപ്പൊ ഈ വ്യക്തി ഒരു ആക്ഷനും എടുക്കുന്നില്ല എന്നുള്ളതാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. അത്തരത്തിലുള്ള ഒരു എനർജിയാണ് നമുക്ക് വരുന്നത്. അതുപോലെ തന്നെ ഈ വ്യക്തി ഒരുപാട് തവണ നിങ്ങളുമായിട്ട് ഒരു കോണ്ടാക്റ്റിൽ വരാനായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ട്. പലതവണ അതിനു വേണ്ടിയിട്ട് അവർ ശ്രമിച്ചിട്ടുണ്ട്. അവര് ഒരുപാട് ശ്രമിച്ചതായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഈ ഒരു സിറ്റുവേഷനെ കറക്റ്റ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട്, പക്ഷെ അവര് അതിലെല്ലാം പരാജയപ്പെട്ടു പോയതായിട്ടാണ് ഇവിടെ കാണുന്നത്. അപ്പം ഈ ഒരു സമയത്ത് അവർ ചിന്തിക്കുന്നത് അവര് കാരണമാണ് നിങ്ങളും ഇത്രയധികം സങ്കടത്തിലായി പോയിട്ടുള്ളത് എന്നാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇനി ഒരു ബെറ്റർ ലൈഫ് കൊടുക്കാനായിട്ട് ഈ വ്യക്തിക്ക് ഈ ഒരു സമയത്തൊന്നും കഴിയില്ല എന്നവർ ചിന്തിച്ചു പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ വ്യക്തി നിങ്ങളുമായിട്ട് കോണ്ടാക്ട് ഒന്നും വെക്കാതെ ഇങ്ങനെ സൈലന്റ് ആയിട്ട് മാറി നിൽക്കുന്നതായിട്ട് കാണുന്നത്. അപ്പൊ നിങ്ങൾ ഒരുപാട് ചിന്തിച്ച് നോക്കിയിട്ടുണ്ടാവാം, എന്തുകൊണ്ടാണ് ഈ വ്യക്തി യാതൊരു ആക്ഷനും എടുക്കാത്തത്, എന്തുകൊണ്ടാണ് ഈ വ്യക്തി നിങ്ങളെ ഇങ്ങനെ അവഗണിക്കുന്നത് എന്നൊക്കെ നിങ്ങൾ റിപ്പീറ്റ് ആയിട്ട് മനസ്സിലിങ്ങനെ ചിന്തിക്കുന്നുണ്ട്. ഒരുപാട് പേർക്കും പല പല ഇഷ്യൂസ് ആണ് ഇവിടെ കാണുന്നത്. ഇവിടെ കൂടുതലായിട്ട് കാണുന്നത് ഫൈനാൻഷ്യൽ സ്ട്രഗിൾസ് തന്നെയാണ്. അതുപോലെ തന്നെ ചില വ്യക്തികൾക്ക് ചിലപ്പോൾ അത് ഒരു കുടുംബാംഗങ്ങളായിരിക്കാം ഈ വ്യക്തിയെ ഫോഴ്സ്ഫുള്ളി ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് മാറ്റിക്കൊണ്ട് പോയിട്ടുള്ളതായിട്ടൊക്കെ കാണുന്നുണ്ട്. പക്ഷെ ഈ വ്യക്തി ഇപ്പോൾ അവർ ചിന്തിക്കുന്ന രീതിയിൽ അവരുടെ ലൈഫ് കൺവേർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ അവരുടെ ലൈഫ് മാറ്റിയെടുക്കാനായിട്ട് അവർ ശ്രമിക്കുന്നുണ്ട്. മറ്റുള്ളവർ പറയുന്ന വാക്കുകൾ ഈ വ്യക്തിക്ക് ഇപ്പോൾ കേൾക്കുന്നില്ല. ഈ വ്യക്തി ഇപ്പോൾ ആയിരിക്കുന്ന ഒരു സിറ്റുവേഷനെ ഒരുപാട് വെറുക്കുന്നു എന്നാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. കാരണം അവർ എത്ര ശ്രമിച്ചിട്ടും ആ ഒരു സാഹചര്യങ്ങളെ അതിജീവിക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ ഓപ്പോസിറ്റ് എനർജിയെ ഈ വ്യക്തിക്ക് ഉൾക്കൊള്ളാൻ പോലും കഴിയുന്നില്ല. അത് ചില വ്യക്തികളായിരിക്കാം, ചില സിറ്റുവേഷൻസ് ആയിരിക്കാം. എന്തുതന്നെയായിരുന്നാലും ഈ വ്യക്തിക്ക് അതിനെ ഓപ്പോസ് ചെയ്ത് വരണമെന്നുള്ള ഒരു ചിന്തയുണ്ട് എന്നിവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. ഇപ്പോ ആ വ്യക്തി ഇങ്ങനെ തന്നെയുള്ള ആ ഒരു ഫ്ലോയിൽ, ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഫ്ലോയിൽ തന്നെ മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് മെയിനായിട്ടും. അല്ലാതെ ഇപ്പോൾ ഒരു ആക്ഷൻ എടുക്കുന്നതായിട്ടൊന്നും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല. നമുക്ക് കുറച്ച് ക്ലാരിഫിക്കേഷൻ കാർഡുകൾ കൂടി ഒന്ന് എടുത്തു നോക്കാം. എന്താണ് വ്യക്തിയുടെ ഒരു ചിന്താഗതികൾ, എന്തെങ്കിലും ഒരു ഈ പേഴ്സൺ നിങ്ങളെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട് എന്തെങ്കിലും ഒരു ആക്ഷനോ മറ്റോ എടുക്കുന്നുണ്ടോ എന്നുള്ളതിന് 2-3 കാർഡുകൾ കൂടി നമുക്കൊന്ന് എടുത്തു നോക്കാം. ക്ലാരിഫിക്കേഷൻ നോക്കാം. എന്താണ് ഈ വ്യക്തി ഈ ഒരു സമയത്ത് നിങ്ങളെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് ഈ വ്യക്തിയുടെ കാഴ്ചപ്പാടുകൾ എന്തൊക്കെയാണ് എന്ന ക്ലാരിഫിക്കേഷൻ തന്നാലും ക്ലാരിഫിക്കേഷൻ. ഓക്കെ, ലവ് ഫോർച്യൂൺ, ഓക്കെ. അപ്പോൾ ഇവിടെ ഈ ഒരു സൊല്യൂഷൻസ് ഇവരുടെ കയ്യിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ്. ഈ ഒരു പ്രോബ്ലംസ് എല്ലാം മാറ്റിയെടുക്കാനായിട്ട് ഇവർക്ക് സാധിക്കും, ഇവർ പരിശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. പിന്നെ അത്രയും ഒരു ബേർഡൻ ആയിട്ടാണ് ഈ ഒരു ലൈഫിനെ ഇപ്പോൾ ഓരോ നിമിഷവും ഇവർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറം സങ്കടം അവരിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തി വളരെ ശക്തമായിട്ട് തന്നെ ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് പുറത്തു കടക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഇത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു സൈനാണ്. ഇത്രയും നാളും നിങ്ങൾ വിഷമിച്ചിരുന്ന ഒരു കാര്യം, അതായത് ഈ വ്യക്തിയെ നിങ്ങൾക്ക് തിരികെ ലഭിക്കില്ല എന്നൊരു ചിന്തയായിരുന്നു. അത്രത്തോളം നിങ്ങളെ അവഗണിച്ചിരുന്നാലും ഈ വ്യക്തിയോട് നിങ്ങൾക്കുള്ള ഒരു പ്രണയം അത്രയും ഡീപ്പാണ്, അത്രയും ഇൻറ്റൻസ് ആണ് എന്നാണ് ഇവിടെ കാണുന്നത്. അതുകൊണ്ട് തന്നെ അത്രയും സ്ട്രോങ് ആയിട്ട് തന്നെ നിങ്ങളുടെ ആഗ്രഹപ്രകാരം ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരും എന്നുള്ളൊരു ക്ലാരിഫിക്കേഷൻ ആണ് നമുക്കിവിടെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്.
അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണ് ഈ വ്യക്തിയെ ഈ ഒരു ബർഡൻ ആയിട്ട് അവരുടെ ലൈഫിൽ ഇപ്പോൾ ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് ഈ വ്യക്തി എങ്ങനെയായിരുന്നാലും ഈ ഒരു പേഴ്സൺ അതിനെല്ലാം ഓപ്പോസ് ചെയ്തുകൊണ്ട് തിരികെ വരും എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന ഒരു എനർജി. ഓക്കെ, അതുകൊണ്ട് മാക്സിമം നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുക, നിങ്ങളുടെ സാഹചര്യങ്ങളെ അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിയെ ട്രസ്റ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. തീർച്ചയായിട്ടും ഈ വ്യക്തി ഒരു കമ്മിറ്റ്മെന്റ് അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് തിരികെ വരും എന്നുള്ളത് തന്നെയാണ് നമുക്കിവിടെ വ്യക്തമാകുന്നത്. കാരണം അത്രത്തോളം നിങ്ങളുമായിട്ടൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഒക്കെ ഉള്ള ഒരു വ്യക്തിയാണ്. എന്തുകൊണ്ടും നിങ്ങളോടൊപ്പം നിൽക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് ചേരുന്ന വിധത്തിലുള്ള ഒരു റിലേഷൻഷിപ്പ് ആണിത്. ഈ വ്യക്തി അത്രയും നിങ്ങളെ പ്രണയിക്കുന്നുണ്ട്. ഈ ഒരു സമയത്തും അതുപോലെ തന്നെ നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് ഈ വ്യക്തിക്ക്. കാരണം ആ വ്യക്തിക്ക് അറിയാം അവർ തന്നെ മനഃപൂർവ്വമായിട്ട് നിങ്ങളിൽ നിന്ന് ഒരു ഡിസ്റ്റൻസിൽ പോയിട്ടുള്ളതാണ്. അതുകൊണ്ട് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യത്തിനോ അല്ലെങ്കിൽ ഒരു ഡിവൈൻ ടൈമിനോ വേണ്ടിയിട്ട് ഈ വ്യക്തി വെയിറ്റ് ചെയ്യുന്നു. അതുകൊണ്ട് എടുത്തു ചാടി നിങ്ങൾ ഒരു തീരുമാനങ്ങൾ എടുക്കാതിരിക്കുക. അപ്പൊ നിങ്ങളിൽ പലരും പല തീരുമാനങ്ങളും അങ്ങനെ എടുത്തിട്ടുണ്ട്. അപ്പൊ ഈ റിലേഷൻഷിപ്പ് തന്നെ ഉപേക്ഷിച്ച് പോകണമെന്നൊക്കെ നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിലേക്കൊക്കെ ഫോക്കസ് ചെയ്യുന്നുണ്ടായിരിക്കാം. അതൊക്കെ എന്തായിരുന്നാലും നല്ല കാര്യമാണ്. പക്ഷെ നിങ്ങൾ പൂർണ്ണമായിട്ടും സാഹചര്യങ്ങൾ മാത്രം ഒരു അടിസ്ഥാനപ്പെടുത്തി ആരെയും നിങ്ങൾ വെറുക്കാതിരിക്കുക. കാരണം ഈ വ്യക്തിയുടെ സാഹചര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണമെന്ന് ഈ വ്യക്തി അത്രത്തോളം ആഗ്രഹിക്കുന്നുണ്ട്. അത്രയും സിൻസിയർ ആയിട്ടുള്ള ഒരു പ്രണയം ആണെങ്കിൽ ഇത് ആയിരുന്നു എങ്കിൽ അത് സക്സസ് ആയിട്ട് തന്നെ വന്നോട്ടെ. നിങ്ങൾ കുറച്ച് ടൈം ഈ വ്യക്തിക്ക് കൊടുക്കുക. നിങ്ങൾ സ്വയം നിങ്ങളുടെ ലൈഫിലേക്ക് ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കുക. സെൽഫ് ലവ് ചെയ്യുക, മുന്നോട്ട് പോവുക. കഴിഞ്ഞുപോയ കാര്യങ്ങൾ കഴിഞ്ഞുപോയി എന്ന് ചിന്തിക്കാനായിട്ട് ശ്രമിക്കുക. ആ ഒരു പാസ്റ്റിലെ വിഷയങ്ങൾ ഓർത്ത് നിങ്ങൾ നിങ്ങളുടെ ലൈഫ് ഇല്ലാതെ ആക്കി തീർക്കാതിരിക്കുക. കഴിഞ്ഞു പോയി എന്നൊരു രീതിയിൽ മുന്നോട്ട് പോകാനായിട്ടും ചിന്തിക്കാനായിട്ടും ഒക്കെ ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് എന്ന് ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം. സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്ന് ജസ്റ്റ് നമുക്ക് നോക്കാം. ഈ സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്? ഓക്കെ, ഗീവ് മീ സം ലവ്, ഐ എം സോറി. ഓക്കെ, എനിക്ക് കുറച്ച് സ്നേഹം നൽകണം, ഞാൻ നിന്നോട് ക്ഷമ ചോദിക്കുന്നു എന്നാണ് ഈ വ്യക്തി പറയുന്നത്. ഓക്കെ, പ്ലീസ് ഫോർഗീവ് മീ, ഐ ആം സോറി. ഓക്കെ, വീണ്ടും അവരെ നിങ്ങളോട് ക്ഷമ ചോദിക്കുകയാണ്. അവർ ഈ ഒരു സമയത്ത് നിങ്ങളോട് വളരെയധികം ക്ഷമ ചോദിക്കുന്നു. യു ആർ മൈ ട്വിൻ ഫ്ലെയിം. ഓക്കെ, നിങ്ങൾ തമ്മിൽ ട്വിൻ ഫ്ലെയിം കണക്ഷൻ ആണ് എന്ന് ഈ വ്യക്തി മനസ്സിലാക്കുന്നു. അത് നിങ്ങളോട് പറയുകയാണ് വ്യക്തി. ഓക്കെ, ഐ വാണ്ട് ടു ടെൽ യു സം മെസ്സേജസ്. ഓക്കെ, അവർക്ക് നിങ്ങളോട് കുറച്ച് മെസ്സേജസ് പറയാനുണ്ട് എന്നുള്ളതാണ് അവർ പറയുന്നത്. ഓക്കെ, ഐ വാണ്ട് ടു ടെൽ യു സം മെസ്സേജസ്. ഓക്കെ, അതായിരുന്നു നമ്മളിപ്പോൾ ഓൾറെഡി നോക്കിയത്. കാറ്റ് കൊണ്ടൊന്ന് പറന്നുപോയി, അതുകൊണ്ട് ജസ്റ്റ് ഞാനൊന്ന് എടുത്ത് വെച്ചതാണ്. ഓക്കെ, ലെറ്റ്സ് വർക്ക് ഓൺ അവർ ഡ്രീം ടുഗെദർ. ഓക്കെ, നമുക്ക് ഒരുമിച്ച് ചേർന്ന് നമ്മുടെ ഒരു സ്വപ്നത്തിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാം എന്ന് അവർ നിങ്ങളുടെ അടുത്ത് പറയുകയാണ്. ഐ എം റെഡി ടു ടെൽ യു ദ ട്രൂത്ത്. ഓക്കെ, സത്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നിങ്ങളുടെ അടുത്ത് പറയാം. ഇപ്പോൾ അവർ റെഡിയാണ് എന്ന് പറയുകയാണ്. ഐ മിസ് യു വെരി ബാഡ്ലി. ഈ ഒരു സമയത്ത് അവർക്ക് നിങ്ങളെ വല്ലാതെ മിസ് ചെയ്യുന്നു എന്ന് പറയുന്നു. ഐ നോ ഐ ഹേർട്ട് യു. ഓക്കെ, ഞാൻ നിന്നെ വേദനിപ്പിച്ചു, അവഗണിച്ച് കടന്നുപോയി. ഈ കാര്യങ്ങളൊക്കെ എനിക്ക് അറിയാം. ഈ ഒരു സമയത്ത് ഞാനത് മനസ്സിലാക്കുന്നു, അതിനോർത്ത് റിഗ്രറ്റ് ചെയ്യുന്നു എന്നുള്ളൊരു കാര്യവും ഈ ഒരു സമയത്ത് അവർ നിങ്ങളോട് പറയുന്നു. അപ്പം നമുക്ക് കുറച്ച് ക്ലൂസ് ഒന്ന് എടുത്ത് നോക്കാം. ഈ റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ക്ലൂസ് ജസ്റ്റ് ഒന്ന് എടുത്തേക്കാം. ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, ഈ സമയത്ത് നമുക്ക് കിട്ടുന്ന ക്ലൂസ് ഒന്ന് എടുത്ത് നോക്കാം. ഓക്കെ, ജൂൺ മന്ത് ആണ് നമുക്കിവിടെ കിട്ടുന്ന ഒരു പോസിബിലിറ്റിയാണ്. യെസ്, പോസിബിൾ. നിങ്ങൾ എന്ത് കാര്യം ഓർത്തിട്ടാണോ ഈ ഒരു റീഡിങ് കണ്ടത് അത് പോസിബിൾ ആണ് എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. 1 വീക്ക് എന്ന് പറയുന്നൊരു പോസിബിലിറ്റി കിട്ടിയിട്ടുണ്ട്. 2 വീക്സ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. വയനാട് ജില്ലയിൽ നിന്നുള്ള ആളുകളാകാനുള്ള ചാൻസ് ഉണ്ട്. അക്കൗണ്ടന്റ്. ഓക്കെ, 1992 എന്ന് പറയുന്നൊരു വർഷം നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. 43 കിട്ടിയിട്ടുണ്ട്. തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റ്. ഓക്കെ, ട്രിവാൻഡ്രം ഡിസ്ട്രിക്റ്റ് എന്നുള്ള ആളുകളാകാൻ ചാൻസ് ഉണ്ട്. സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ട ആളുകളായിരിക്കാം നിങ്ങളോ നിങ്ങളുടെ പേഴ്സൺ. ബ്ലാക്ക് കളർ. ഓക്കെ,
പെറ്റ് ലവേഴ്സ്, പെറ്റിനെ ഒത്തിരി സ്നേഹമുള്ള ആളുകളായിരിക്കാം എന്ന് വിചാരിക്കുന്നു. 33 എന്ന് പറയുന്ന ഒരു നമ്പർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. സെൻസ് ഓഫ് ഹ്യൂമർ, ഒത്തിരി സെൻസ് ഓഫ് ഹ്യൂമർ ഉള്ള തമാശകളൊക്കെ പറയുന്ന വ്യക്തിയാകാനുള്ള ചാൻസ് ഉണ്ട്. മ്യൂസിക്കിന് ഈ റിലേഷൻഷിപ്പുമായിട്ട് നല്ല ബന്ധമുണ്ട്. 222 എന്ന് പറയുന്ന ഒരു ഏഞ്ചൽ നമ്പർ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ലോങ് ഡിസ്റ്റൻസ് ഉള്ള ഒരു റിലേഷൻഷിപ്പ് ആകാനുള്ള ചാൻസ് ഉണ്ട്. നിങ്ങളുടെ ഈ പേഴ്സണെയും ഒക്കെ ചിലപ്പോൾ ലോങ് ഡിസ്റ്റൻസിലായിരിക്കാം, എബ്രോഡൊക്കെ ഉള്ള വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട്. ഗാർഡനിങ് ഇഷ്ടമുള്ള ആളുകളായിരിക്കാം. ക്രിക്കറ്റ്. ഓക്കെ, ലോട്ട്സ് ഓഫ് ഫ്രണ്ട്സ്, ഒത്തിരി ഫ്രണ്ട്സ് ഉള്ള വ്യക്തികൾ, ഒത്തിരി ഫ്രണ്ട്സ് സർക്കിൾസ് ഒക്കെ ഉള്ള വ്യക്തികളായിരിക്കാം നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ. പാലക്കാട് എന്ന് പറയുന്ന ഡിസ്ട്രിക്റ്റ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. യു ക്യാൻ ട്രസ്റ്റ്, വീണ്ടും നമുക്ക് യു ക്യാൻ ട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു മെസ്സേജ് കിട്ടുന്നുണ്ട്. 1992 എന്ന് പറയുന്ന വർഷം കിട്ടിയിട്ടുണ്ട്. മാർച്ച് മന്ത് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ലെറ്റർ എൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്ലൂ 23 എന്ന് പറയുന്ന ഒരു നമ്പറാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും ക്ലൂസ് ആണ് ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു റീഡിങ്ങും അതുപോലെ ക്ലൂസും ഒക്കെ നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.